എല്ലാവർക്കും നമസ്കാരം. സോ നമ്മുടെ NDA എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീക്വൻസസ് ആൻഡ് സീരീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. ഈ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ശ്രദ്ധിക്കണേ. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് എ GP ഹൂസ് nth ടേം ഈസ് 5n+1. അപ്പോൾ നമുക്ക് nth ടേം നമ്മുടെ തന്നിട്ട് നമ്മളോട് അവർ എന്ത് ചോദിക്കും? സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ പറയും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. nth ടേം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്? സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ nth ടേമിന്റെ സമ്മേഷൻ സിഗ്മ എടുത്താൽ മതി. ശ്രദ്ധിച്ചിരിക്കണേ. സോ അല്ലാതെ nth ടേം ഉപയോഗിച്ച് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഒക്കെ കണ്ടുപിടിച്ചിട്ട് Sn = n/2 × 2a + n - 1 × d ചെയ്താൽ വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ അത് ഫാക്ടറൈസ് ചെയ്ത് ഈ പറയുന്ന രീതിയിലൊക്കെ ആക്കാനായിട്ട് പോകേണ്ടി വരും. അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതിനേക്കാൾ ഏറ്റവും എളുപ്പം nth ടേം ഉണ്ടെങ്കിൽ nth ടേമിന്റെ സിഗ്മ എടുത്താൽ മതി. nth ടേമിന്റെ സിഗ്മ എടുത്തു കഴിഞ്ഞാൽ സം ഓഫ് n ടേംസ് ആയി. ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് സം ഓഫ് n ടേംസ് Sn എന്ന് പറഞ്ഞാൽ സിഗ്മ xn ആണ്. സിഗ്മ xn ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് NCERT-ൽ അങ്ങനെ എടുത്തു പറയുന്നില്ല, പക്ഷെ ഇത് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. xn എന്ന് പറഞ്ഞാൽ nth ടേം ആണ്. xn എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേം. nth ടേമിന്റെ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സം ഓഫ് n ടേംസ് കിട്ടും. ഓക്കെ അല്ലേ? സോ Sn = സിഗ്മ xn നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 5n+1. സോ 5 × സിഗ്മ n സിഗ്മ 1 അല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. 5 കോൺസ്റ്റന്റ് ആണ്, മാറ്റി നിർത്തി n-ന് സിഗ്മ കൊടുത്തു പ്ലസ് 1-ന് സിഗ്മ കൊടുത്തു. സിഗ്മ 1 എന്ന് പറയുന്നത് n ആണ്. കാരണം 1 എന്ന് പറയുന്ന ആളെ സിഗ്മ എടുത്താൽ, അതായത് ഒരു n ടൈംസ് നമ്മൾ കൂട്ടുകയാണ്. 1 5 പ്രാവശ്യം കൂട്ടിയാൽ ആൻസർ 5 ആണ് അല്ലെ? 1 + 1 + അങ്ങനെ 5 പ്രാവശ്യം എഴുതിയാൽ ആൻസർ 5 ആണ്. 1 10 പ്രാവശ്യം എഴുതിയാൽ ആൻസർ 10 ആണ്. അപ്പോൾ നമ്മൾ n ടൈംസ് ആണ് ഇവിടെ ജനറലൈസ് ചെയ്യുമ്പോൾ 1 n പ്രാവശ്യം കൂട്ടിയാൽ ആൻസർ n ആണ്. ശ്രദ്ധിക്കണേ. നമുക്ക് സമ്മേഷൻ ഓഫ് സ്പെഷ്യൽ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുണ്ട്. 3 എണ്ണം നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് NCERT-ൽ പഠിക്കുന്നതാണ്. ഏതൊക്കെയാണ്? ഒന്ന് സിഗ്മ n, സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n × n+1/2. അടുത്ത സിഗ്മ n², സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? n × n+1 × 2n+1/6. അടുത്ത സിഗ്മ n³ സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? n² n+1² / 4. അതിനോടൊപ്പം തന്നെ ഇത് തെറ്റിക്കരുത്, പലരും 1 എന്ന് എഴുതും. സിഗ്മ 1 എന്ന് പറയുന്നത് n ആണ്. ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. ഇപ്പൊ സിഗ്മ 5 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? സിഗ്മ 1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? n. 1 n പ്രാവശ്യം കൂട്ടിയാൽ ആൻസർ n ആണ്. ഓക്കെ. സിഗ്മ 5 എന്ന് പറഞ്ഞാൽ ആൻസർ 5n ആയിരിക്കും. 5 പുറത്ത് നിർത്തി സിഗ്മ 1 ആൻസർ n വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 5 × സിഗ്മ n-ന് പകരം സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n × n+1/2. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? n. രണ്ട് സ്ഥലത്തും നമുക്ക് എന്ത് പുറത്തെടുക്കാം? n ഔട്ട്സൈഡ് എടുക്കാം. n പുറത്തെടുത്താൽ ബാക്കി 5/2 × n+1 + 1 വരും. ക്രോസ് ചെയ്യാം. n × 5 × n+1 പ്ലസ് 1 × 2 2 എന്തുണ്ട്? 2. ഓക്കെ ആണേ. നമുക്ക് എല്ലായിടും വേണ്ട ഒരു n/2 ഉണ്ട്. അപ്പോൾ ഈ n-ഉം /2 കൂടെ മാറ്റി നിർത്താം. n/2 × ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ 5 × n 5n പ്ലസ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആണ് 5 × 1 5 + 2. സോ n/2 × 5n പ്ലസ് 5 2 കൂട്ടി എത്ര എഴുതാം? 7. സോ n/2 × 5n+7 ആണ് ആൻസർ വരിക. n/2 × 5n+7 ആണ് സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത്. ഇതുണ്ട് ഓപ്ഷൻ സി, n/2 × 5n+7 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, nth ടേം ഓഫ് എ GP എന്ന് പറയുന്നത് 2 + n/3 ആണ്. ശ്രദ്ധിക്കണം. nth ടേം എന്താണ്? nth ടേം = xn = 2 + n/3. സ്പ്ലിറ്റ് ചെയ്തിടാം. 2/3 + n/3. ശ്രദ്ധിക്കണം. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. nth ടേം ഓഫ് എ AP ആണ് തന്നിട്ടുള്ളത്. ദെൻ സം ഓഫ് ഫസ്റ്റ് 97 ടേംസ്, ആദ്യത്തെ 97 ടേംസിന്റെ സം ആണ് വേണ്ടത്. ഓക്കെ, നമുക്ക് സമ്മിന്റെ ഇക്വേഷൻ എന്തുവാ? സം = n/2 × അവസാനത്തെ ടേം 97ാമത്തെ ടേം ആണ്. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ വകുപ്പുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഫസ്റ്റ് ടേം
പ്ലസ് ലാസ്റ്റ് ടേം, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. മൊത്തം എത്ര ടേംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ? 97 ടേംസ് ഉണ്ട്. 97 ടേംസ് ഉണ്ട്. ഫസ്റ്റ് ഇപ്പം എന്നിൻ്റെ വില നമ്മുടെ ഉണ്ട്. എന്നിൻ്റെ വില എത്രയാണ്? 97. ഫസ്റ്റ് ടേം nth ടേം ഉണ്ട്. ഫസ്റ്റ് ടേം വേണമെങ്കിൽ എന്നിന് 1 കൊടുത്താൽ മതി. x1 ആണ് ഫസ്റ്റ് ടേം അല്ലേ? എന്നിന് 1 കൊടുത്താൽ 2/3 പ്ലസ് 1/3. 2 + 1 3/3. ഫസ്റ്റ് ടേം എത്രയാണ്? 1. ഓക്കെ ആണേ. ഇനി ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 97ാമത്തെ ടേമാണ്. 97ാമത്തെ ടേമാണ് ലാസ്റ്റ് ടേം. അതായത് x 97. കേട്ടെ, ഇവിടെ നമുക്ക് എക്സിൻ്റെ ഈ എന്നിൻ്റെ പ്ലേസിൽ 97 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2/3 പ്ലസ് 97/3. ശരിയല്ലയോ? 97 99/3. ആൻസർ എത്ര വരും? 33 വരും. ശരിയല്ലേ? 33. എല്ലാ വാല്യൂസും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സം കണ്ടുപിടിക്കാം. സം കണ്ടുപിടിക്കാമല്ലോ. സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 97/2 ഇൻറ്റു ഫസ്റ്റ് ടേം 1 ആണ് പ്ലസ് ലാസ്റ്റ് ടേം 97ാമത്തെ ടേം 33. സോ 97/2 ഇൻറ്റു 33 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 34. സോ 97 ഇൻറ്റു 34ൻ്റെ പകുതി എത്ര വരും? 17. 7 49. 9ൽ അവസാനിക്കുന്നതായിരിക്കും ഉത്തരം അല്ലേ? വേണ്ട, ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. നിങ്ങൾ ഗുണിച്ചൊന്നും നോക്കാൻ പോകണ്ട. ഇവിടെ 7 49 ആണ്. അപ്പോൾ ആൻസർ അവസാനിക്കുന്ന 9ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി ഒന്നും 9ൽ അവസാനിക്കുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഇനി പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് കൺഫേം ചെയ്യണമല്ലോ. 97 ഗുണം 17. 97 ഇൻറ്റു 17. 7 49. 9 ശിഷ്ടം 4. 97 63. 4 67. 1 7 1 9 9 7 7 14 4 ശിഷ്ടം 1. 9 6 15 1 16. 1649. സോ ദിസ് ഈസ് ഈക്വൽ ടു 1649 ഒരു ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NDA സ്പെഷ്യൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകൾ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ.